ഹലോ തുണികളെ എന്തെല്ലാവരെയും വിശേഷം. ഇന്ന് ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായിട്ട് മോനെ ദേവൂട്ടനെ ഉറക്കാൻ വേണ്ടി പോയിട്ടോ. അമ്മ പണിക്കും പോയി. എന്നും അമ്മ പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ചായക്കടി ആവുന്ന സമയത്ത് പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് എന്താണെങ്കിലും നമ്മളിവിടെയുള്ള കിളികൾക്കൊക്കെ കഴിക്കാനുള്ളത് വെച്ച് കൊടുക്കും കേട്ടോ. ഇന്ന് അമ്മയ്ക്ക് നേരം വൈകി ഓരോ തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ ഞാനാണ് അമ്മ എന്നോട് പറഞ്ഞത് കിളിയൊക്കെ ഉള്ളത് വെച്ച് കൊടുക്കണം കേട്ടോ പറഞ്ഞതായിരുന്നു കേട്ടോ. ഞാനും മറന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂത്താങ്കിരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പൂത്താങ്കിരിക്ക് എന്താ പറയുക എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വന്ന ആള് ഇത് ഇരട്ടത്തലച്ചി പറഞ്ഞ പക്ഷിയാണ് കേട്ടോ. അങ്ങനെ കുറേ പക്ഷികളുണ്ട് ഇവിടെ, ഇഷ്ടമാതിരി ഉണ്ട്. ഞാൻ അകത്തേക്ക് കയറി വന്ന ആളെയും കാണിച്ചു തരാം. അടുക്കളയിൽ ഇങ്ങനെ വന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ വലിയ സംഭവം വിചാരിച്ചു. പിന്നെ അടുക്കളേൻ്റെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വേഗം കയറിയതാണ്. ആളെ ഇതൊന്നും കിട്ടാഞ്ഞിട്ടേ അപ്പം ഇങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഉള്ളിലുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ചെറുപയറുണ്ട്, ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് ദോശ ഒരു കഴിക്കില്ല. പിന്നെ ചെറുപയർ കൊടുക്കുക വിചാരിച്ചു. ചെറുപയർ ഒരു കവറിൽ നമ്മുടെ ഇതുണ്ടല്ലോ ചേമ്പുതണ്ടിൻ്റെ ഇലയിലൊക്കെ ആക്കി വെച്ച് ഞാൻ കൊടുത്തുട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നാ ഞാൻ തിന്നാൻ എനിക്ക് തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവർക്ക് വരാൻ നേരമില്ല. പിന്നെ ഒരു ഡിമാൻഡ് കാട്ടി ഓരോ കാണാൻ തന്നെ അല്ല കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ ചെറുപയർ പറിച്ചിട്ട് ചെറുപയർ എടുത്തിട്ട് നമ്മളതുണ്ടല്ലോ ചേമ്പുതണ്ടിൻ്റെ ഇല ആക്കി വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഭാഗം ചെറിയ ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വെച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു, കാത്തിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളെ കാണാനില്ല. കാക്കയൊക്കെ മെല്ലെ വന്ന് നോക്കി പോയിട്ടോ. പൂത്താങ്കിരികൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളാട്ടോ. കാക്ക രാവിലെ തന്നെ ഇപ്പോൾ നമ്മൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആളെത്തും. പിന്നെ ദോശ അപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മളതങ്ങനെ പൊട്ടിച്ച് ഇതാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഏതായാലും കാക്കച്ചി ഒന്ന് വന്ന് കൊത്തി നോക്കി. പിന്നെ നോക്ക് വേണ്ട, ഓള് പാറി പോയിട്ടോ. അപ്പം ഞാനൊന്ന് എടുത്തു വെച്ചപ്പോൾ ഇവരാർക്കും വേണ്ട. എന്നാലും ഞാൻ ഒക്കെ ഇവിടെ ഇതിൻ്റെ മതിലിൻ്റെ മേലെങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എടുത്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടോ ആൾക്ക്. എന്നാൽ ഇവിടെ കൊണ്ടുവച്ചാലോ എങ്കിലും ഓർക്ക് വേണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് നോക്കിയപ്പോൾ ഓർക്കും വേണ്ട. കാരണം ഒരു ശ്രദ്ധിക്കണില്ല. കാരണം ഒരു സ്ഥിരം പ്ലേസ് അതല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വിശക്കുണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് വന്ന് നോക്കിയതാണ്. എന്നാൽ പിന്നെ അതിൻ്റെ മേലെ വെക്കാമല്ലോ വിചാരിച്ച് വെച്ച് നോക്കി. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഓർക്ക് ആർക്കും വേണ്ട. ഏതായാലും നമ്മളിവിടെ ഒരുപാട് കിളികൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള ഭക്ഷണങ്ങളൊന്നും ഇതല്ല കേട്ടോ, കായ്ക്കനികളൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ ഏതായാലും ഇപ്പോൾ കിട്ടാനില്ലല്ലോ. കാടില്ല, മലയില്ല, കുന്നില്ല. കുന്നൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ലൊക്കെ ഇടിച്ച് പൊളിച്ച് ഇതാക്കുകയാണ്. മരങ്ങളോ ഇഷ്ടമായ പഴങ്ങളുള്ള ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. പിന്നെ എന്നാൽ ഇതൊക്കെ തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ എങ്ങനെ കൊടുക്കുക. ശരിക്കും അത് പാടില്ല കേട്ടോ, അവരുടെ ശരീരത്തിന് അത് ഇതാക്കുന്നതാണ്. എന്നാലും പിന്നെ ഞാൻ ചെറുപയർ എടുത്തിട്ട് ഞാൻ അവർക്ക് വേവിച്ചത് ഉള്ളത് അവർക്ക് ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഒരാളും വന്ന് നോക്കേ ഒന്ന് മൈൻഡ് ചെയ്യുക ഒരു പരിപാടിയിലൊക്കെ ചെന്നിട്ട് കേട്ടോ. ഏതായാലും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ആരെങ്കിലും വരുമോ എന്താക്കുമോയെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ തോന്നി അവർക്ക് നമ്മൾ എടുത്ത് വെച്ച സ്ഥലം പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വെച്ച സ്ഥലം അവർക്ക് ഒരൊന്നും കഴിക്കുന്ന സ്ഥലം അതല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയില്ല വിചാരിച്ചു ഞാൻ 4-5 ഭാഗത്തൊക്കെ കൊണ്ട് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അപ്പം നോക്കിയപ്പോൾ നമ്മളെ ഇരട്ടക്കിളി, ഇരട്ടത്തലച്ചിന്നൊക്കെ പറയും. ആൾ വന്നിങ്ങനെ അവിടെ ഇങ്ങനെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇരട്ടത്തലച്ചിയാണ് ഇനിയൊരു കുരുവിയാണോ എന്ന് എനിക്കറിയില്ല. ഇരട്ടത്തലച്ചിനെയാണ് തോന്നുന്നു കേട്ടത്. ഏതായാലും 2 ആളുകൾ പിന്നെ മഞ്ഞക്കിളികൾ അങ്ങനെയുള്ള എല്ലാ കിളികളും ഇവിടെ ഉണ്ട്. ഇഷ്ടമാതിരി കിളികളുണ്ട്. പിന്നെ ഇതിലെ കുറുനരി, നമ്മളെ കുറുനരിയും പോകട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മളെ നാട്ടിലുണ്ടാവും. പന്നികളാണെങ്കിൽ പന്നികളുണ്ട്. അതുപോലെ തന്നെ കുറുക്കനല്ലേ കുറുനരി അറിയാവും. അങ്ങനെ എനിക്ക് സമയത്ത് ഒരു അണ്ണാനിങ്ങനെ വരുന്നുണ്ടായിരുന്നു, ചാടി ഓടി അതിനിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കട്ടോ. അപ്പം ആ കാണുന്ന കിളിയാണുള്ളത്, അതാണ് എന്നെ ഇരട്ടത്തലച്ചി എന്ന് പറഞ്ഞത്. അത് അടിപൊളി സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിളിക്കുക. വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ, എന്നെ വിളിക്കുകയായിരിക്കും. ഏതായാലും നല്ലൊരു ഇതന്നെ പോയി. ഏതായാലും ഞാൻ ചെറുപയർ വന്നിട്ട് തന്നെ എന്നാൽ പിന്നെ ചെറുപയർ കഴിക്കില്ലല്ലോ, എന്നാൽ പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് വേറെ മാറ്റിയൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ മടക്കി എടുത്ത് ഇതുകൊണ്ട് കുറച്ച് നേരം നടന്നിട്ടുണ്ടോ. ഞാൻ ചെക്കനെ ഉറക്കി കഴിഞ്ഞാൽ ഞാനും മെല്ലെ ഇങ്ങനെ ഉറങ്ങിയപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഒച്ചയിട്ടപ്പോൾ ഞാൻ വന്ന് നോക്കിയത്.
പിന്നെ ഉറക്കം കളഞ്ഞവർ കണ്ട് അവർക്ക് തിന്നാനും വയ്യ. അന്ന് പിന്നെ ഞാൻ എന്താട്ടി വേറെ സ്ഥലത്ത് വെച്ച് കൊടുത്ത് നോക്കി. ഇവിടെയാണ് നേരെ വെളുത്ത് കഴിഞ്ഞാൽ കാക്കച്ചിയാൾക്ക് വെച്ച് കൊടുക്കുന്ന സ്ഥലം കേട്ടോ, കാക്കകൾക്കൊക്കെ വെച്ച് കൊടുക്കുന്ന സ്ഥലം ഇതാണ്. എന്നാൽ പിന്നെ എവിടെ ആയിക്കോട്ടെ എവിടെ നിന്ന് കഴിച്ചോളൂ വിചാരിച്ചു. പുത്തായങ്കരിയാണല്ലോ അകത്തേക്ക് വരുന്നത്, നമുക്ക് വിശന്നിട്ടായിരിക്കും വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. എന്നാൽ അവൾ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ നേരം നിന്നിട്ട് ഓരോരോ അനക്കമല്ലോ, ആരെയും കാണാനല്ല. എന്നാൽ പിന്നെ വിശപ്പൊക്കെ മാറിയിട്ടായിരിക്കും ഇരിക്കുന്ന വിചാരിച്ച് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാൻ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലൂടെ ഉൾപ്പെടുത്താമല്ലോ അവരും നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ അല്ലേ. അങ്ങനെ ഓർക്കൊക്കെ എന്താ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആരാ. ഏതായാലും കൂട്ടുകാരിയെ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ചാൽ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊക്കെ എങ്ങനെ കിളികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരായിരിക്കും അല്ലേ. നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും, വെള്ളം വെച്ച് കൊടുക്കും, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും അവിടെ നിന്നപ്പോഴും കാണില്ല, നല്ല പൊരുവെയിലാണ്. എന്നാൽ പിന്നെ ഇവിടെ വെക്കണ്ട, അവർക്ക് ആകെ വെയിലത്ത് നിന്ന് ഭക്ഷണം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്താണ്ട് വീണ്ടും നടക്കുക. എങ്ങോട്ടാന്നോ കാട്ടിത്തേരെ പോരും പിന്നാലെ. ഇന്നൊരു പരിപാടി തന്നെയായിരുന്നു, ഓർക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ ഒരു മനുഷ്യനും വേണ്ട, ചെറുപനും കൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കണം കേട്ടോ. ഏതായാലും ഞാൻ എന്താട്ടി ഇവിടെ വയ്ക്കുക, ഞാൻ ഒരാരെങ്കിലും കാണുമല്ലോ വിചാരിച്ചാണ് ഇവിടെ വയ്ക്കുക വിചാരിച്ചു. എന്നിട്ട് ഒരാരെങ്കിലും മൈൻഡ് ചെയ്തു, ഒരു മൈൻഡും ഇല്ല. സംഭവം ഒരു നമ്മൾ ക്യാമറയും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങളെ വീഡിയോ എടുക്കാനല്ലേ, ഞങ്ങളങ്ങനെ ഫേമസ് ആക്കണ്ട വിചാരിച്ചിട്ട് ഒരാരും വന്നില്ല. ഞാനും വിട്ടുകൊടുക്കാതെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, ആരും വന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. ഇനി നോക്കിയിട്ട് കാര്യമില്ല, നീ ഇത് ഇവിടുന്ന് എടുത്ത് കൊണ്ടട്ടെ, എൻ്റെ നമുക്ക് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് വയ്ക്കുക വിചാരിച്ചു. ഒരാൾ വന്ന് കൊത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നു ഞാൻ തന്ന ഭക്ഷണം കഴിച്ചല്ലോ എന്നുള്ളൊരു സംതൃപ്തി. എവിടെ ഒരാൾക്കും നമ്മൾ മൈൻഡില്ലാണ്ട് ഇങ്ങനെ നിന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ തിന്നണ്ട, കുറച്ച് നിങ്ങൾക്ക് തീരുള്ളൂ പറഞ്ഞിട്ട് ഞാൻ അടുത്തോണ്ട് വീണ്ടും പോരാതെ നിവൃത്തിയില്ല. ഒരാരും വല്ല ഒരു മൈൻഡ് ചെയ്യുന്നുണ്ട്, ഒരു മൈൻഡ് ചെയ്തല്ലേ നമുക്കൊരു ഇമ്പ്രഷൻ സന്തോഷം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ ആരും വന്നില്ല. എന്നാൽ പിന്നെ ഇനി ഇവിടെ അധികം നേരം വെച്ചിട്ട് കാര്യമില്ല, എന്തിനാ ഏതായാലും നമ്മൾ കൊണ്ട് നടക്കും. എന്നാൽ പിന്നെ ഞാൻ എന്നും കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് നോക്കട്ടെ എഴുതി. അപ്പം ഞാൻ കാക്കകൾക്ക് ഇതിൻ്റെ രാവിലെ തന്നെ എന്താ വെച്ച് കൊടുക്കല്. ഇനിയിപ്പോൾ ഞാൻ പൂത്താങ്കരികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ, ഇലയിലാക്കിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു തിന്നട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് തന്നെ വന്നോ, ആരും വന്നില്ല. എന്നാൽ പിന്നെ ഞാനെന്ത് വിചാരിച്ചു, എന്നാൽ സാരമില്ല ആയിക്കോട്ടെ എഴുതി. എന്നാൽ പിന്നെ ഇനി വരുമ്പോൾ വരട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നു. ഏതായാലും ഓടിച്ചാടി എത്തി, എല്ലാവരും കഴിച്ചു, എനിക്ക് സന്തോഷമായി. അപ്പം മുത്തുവണ്ടിയിലെ എല്ലാവരോടും സ്നേഹത്തോടെ തമ്പുരു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പുരു കാക്കാച്ചി.